നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസ് ഇസ്രായേൽ പോരാട്ടം ഇപ്പോഴും തുടരുകയാണ്. എന്താണ് പുതിയ വിവരങ്ങൾ എന്നതടക്കമുള്ള വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം, ഇസ്രായേൽ തടവിലായിരുന്ന അതിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലെ ഹമാസ് നേതാവ് മരിച്ചു എന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. 63കാരനായ ഷെയ്ഖ് മുസ്തഫ അബു അറയാണ് ആരോഗ്യനില വഷളായതിനെ തുടർന്ന് മരണത്തിന് കീഴടങ്ങിയത്. ഒക്ടോബറിലായിരുന്നു ഇദ്ദേഹത്തെ ഇസ്രായേൽ സേന അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. റമോൺ ജയിലിലായിരുന്നു അബു അറ. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ സോറോക്കോ ആശുപത്രിയിലേക്കായിരുന്നു മാറ്റിയത്. ജയിലിൽ ഇദ്ദേഹം പട്ടിണി കിടന്നു, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഇസ്രായേൽ സേന പട്ടിണി കിട്ടു എന്ന ആരോപണങ്ങളൊക്കെ ശക്തമാകുന്നുണ്ട്. മാത്രമല്ല, കടുത്ത പീഡനങ്ങൾക്ക് ഇദ്ദേഹം ഇരയായിട്ടുണ്ട് എന്നും ഫലസ്തീനിയൻ പ്രിസൺസ് ക്ലബ്ബ് വ്യക്തമാക്കുന്നുണ്ട്. ആവശ്യമായ ചികിത്സ, മരുന്ന് ഇതെല്ലാം ഈ നേതാവിന് നിഷേധിച്ചിരുന്നു എന്ന ആരോപണവും ഈ ഒരു സാഹചര്യത്തിൽ ശക്തമാകുന്നുണ്ട്. എന്നാൽ എന്താണ് മരണകാരണം എന്നതിനെ കുറിച്ച് ഇസ്രായേൽ ജയിൽ അധികൃതർ ഇതുവരെയും ഒരു വിശദീകരണം നൽകിയിട്ടില്ല. മാത്രമല്ല, ഗാസയുടെ തെക്കു ഭാഗത്തുള്ള ഗാൻ യൂണിസിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി 18 പേരാണ് കൊല്ലപ്പെട്ടത്. ഗാസ സിറ്റിയിൽ 2 പേരും, നുസ്രോത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഒരാളും കൂടി മരിച്ചു. മധ്യ ഗാസയിലെ ബുറായിജ് അഭയാർത്ഥി ക്യാമ്പിന്റെ കിഴക്കൻ പ്രദേശങ്ങളിലും ഇസ്രായേൽ അധിനിവേശ സൈന്യം ബോംബ് ആക്രമണം തുടരുന്നുണ്ട്. ഒക്ടോബർ 7-ന് ശേഷം വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നത്. ഗാസയ്ക്കെതിരായ ഇസ്രായേൽ തുടരുന്ന ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 39,175 മാറിയിരിക്കുകയാണ്. ആകെ 9,403 പേർക്ക് പരിക്കേറ്റു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ ആംബുലൻസുകളിൽ നേരെയൊക്കെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. മാരകമായ ആക്രമണമാണ് സൈന്യം അഴിച്ചുവിടുന്നത് എന്ന ആരോപണമൊക്കെ ശക്തമാകുന്നുണ്ട്. ഗാൻ യൂണിസ് ഗവർണറേറ്റിൽ തുടർച്ചയായ 4ാം ദിവസവും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തി. ആയിരക്കണക്കിന് ആളുകളെ പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കുകയാണ് ഇസ്രായേൽ എന്നൊരു ആരോപണം പാലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റി വ്യക്തമാക്കുന്നുണ്ട്. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ കുടിയേറ്റക്കാരുടെ മാരകമായ ഇസ്രായേലി സൈനിക റെയ്ഡുകളും ആക്രമണവും തുടർക്കഥയാകുകയാണ് എന്നൊരു ആരോപണവും ശക്തമാകുന്നുണ്ട്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇസ്രായേലിന്റെ അധിനിവേശം നിയമവിരുദ്ധമാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ ആ ഒരു സംഭവങ്ങൾ വീണ്ടും ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിനിടെ റാഫയിലെ യബ്ന അഭയാർത്ഥി ക്യാമ്പിലെ 2 തുരങ്കങ്ങളിൽ ഇസ്രായേൽ സൈനികരെ വധിച്ചതായി ഗസാം ബ്രിഗേഡ്സ് പറഞ്ഞു. ഈ ആഴ്ച ഇസ്രായേൽ സൈന്യം പുതിയ കര ആക്രമണം നടത്തിയതിന് പിന്നാലെ തെക്കൻ ഗാസയിലുടനീളം കനത്ത പോരാട്ടമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇസ്രായേൽ സൈനിക കണക്കുകൾ പ്രകാരം ഒക്ടോബർ 7-ന് യുദ്ധം ഉണ്ടായതിനു ശേഷം കുറഞ്ഞത് 684 സൈനികർ കൊല്ലപ്പെടുകയും 4213 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. അതേസമയം ബുധനാഴ്ച രാത്രി തെക്കൻ ലെബനിലെ ടയർ ഹർഫയിൽ വ്യോമാക്രമണം നടത്തിയതിന് തിരിച്ചടി നൽകുന്നതിനായി ഷ്തുദുല സെറ്റിൽ മെന്റിലെ കെട്ടിടങ്ങൾ വെച്ച് ഇസ്രായേൽ സ്ഥാനങ്ങൾക്ക് നേരെ 5 ആക്രമണങ്ങൾ നടത്തിയതായി ലെബനീസ് സായുധ സംഘം പറയുന്നു. അതിർത്തിക്കടുത്തുള്ള അൽ മനാരയിൽ ഇസ്രായേൽ സൈനികർ ഉപയോഗിച്ചിരുന്ന കെട്ടിടത്തെ ലക്ഷ്യമിട്ട് മറ്റൊരു ആക്രമണം നേരിട്ടതായും ഹിസ്ബുള്ള വ്യക്തമാക്കി. അതിനിടെ ഗാസയിലെ കൂട്ടക്കുരുതി അവസാനിപ്പിക്കാൻ US സമ്മർദ്ദം ശക്തമാകുന്നതിനിടെ വൈറ്റ് ഹൌസ് സന്ദർശിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെടിനിർത്തൽ ഉടമ്പടി ഇസ്രായേലും ഹമാസും ഉടൻ അംഗീകരിക്കണമെന്ന് ബൈഡൻ ആവശ്യപ്പെട്ടതായി വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി അറിയിച്ചു. കഴിഞ്ഞ 50 വർഷമായി ഇസ്രായേലിനൊപ്പം നിന്ന ബൈഡന് നെതന്യാഹു നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.